അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സുകാർക്ക് ലിസാനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നൂസിലു ബിൽ മുനാസിബി, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത് അൽ മുഖലിസീന ബിൽ ഹാഫിലാത്തി, മുസ്ലിമീന, മുഖലിസാത്തുൻ, മുഖലിസൂന, ത്വാലിബാത്തി, സരിയാത്തുൻ. ഒന്നാമത്തെ ചോദ്യം മുഅ്മിനാത്തു ഡാഷ്, ഉത്തരം മുഖലിസാത്തുൻ. ചോദ്യം 2 അൽ കഅബത്തു ഖിബ്ലത്തു ഡാഷ്, ഉത്തരം അൽ മുസ്ലിമീന, മുസ്ലിംകളുടെ ഖിബ്ല കഅബയാണ്. ചോദ്യം 3 അൽ ഹാഫിലാത്തു ഡാഷ്, ഉത്തരം സരിഅത്തുൻ. ചോദ്യം 4 സല്ലംതു അല ഡാഷ്, ഉത്തരം അത്വാലിബാത്തി. ചോദ്യം 5 യുഹിബ്ബുല്ലാഹു ഡാഷ്, എന്താ വരിക? അതന്നെ, ഉത്തരം മുഖലിസീന. ചോദ്യം 6 അശ്ശാരിഉ മംലൂഉൻ ഡാഷ്, അവിടെ എന്താ വരിക? ഉത്തരം ബിൽ ഹാഫിലാത്തി. ചോദ്യം 7 അസ്സായിമൂന ഡാഷ്, എന്താ അവിടെ വരിക? ഉത്തരം അൽ മുഖലിസൂന. അടുത്ത പ്രവർത്തനം നക്തുബു അൽ ജദ്വല, കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ 4 കള്ളികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കള്ളി എന്താണ്? അൽ മുഫ്രദുൽ മുദ്ക്കർ. രണ്ടാമത്തെ കള്ളി എന്താ തന്നിട്ടുള്ളത്? ജംഉൽ മുദക്കറ സാലിം. മൂന്നാമത്തെ കള്ളിയോ? അൽ മുഫ്രദുൽ മുഅന്നസ. നാലാമത്തെ കള്ളി ജംഉൽ മുഅന്നസ സാലിമു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? സാജിദുൻ. അത് ജംഉ മുദക്കർ സാലിമാവുമ്പോൾ എന്തായിരിക്കും? സാജിദൂന. മുദക്കർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണ്. ഇനി മുഫ്രദ് മുഅന്നസിൽ എന്താണ് തന്നിട്ടുള്ളത്? സാജിദത്തുൻ. അവിടെ ഹാത്ത വന്നു, കാരണം എന്താണ്? അതൊരു പെൺകുട്ടിയാണ്. ഇനി ജംഉ മുഅന്നസ് സാലിം, അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? സാജിദാത്തുൻ. ഇനി രണ്ടാമത്തേത് നോക്കൂ, മുഹ്സിനുൻ. ഒരു ആണുള്ളൂ, അപ്പം നമ്മൾ എന്ത് പറയും? മുഹ്സിനുൻ. ഇനിയിപ്പോൾ കുറേ ആണുങ്ങളുണ്ടെങ്കിൽ ജംആണെങ്കിൽ എന്താ ചെയ്യും നമ്മൾ? മുഹ്സിനൂന. അടുത്ത നോക്കൂ, അൽ മുഫ്രദു മുഅന്നസ. അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? മുഹ്സിനത്തുൻ. ഹാത്താവ് വന്നില്ലേ? ജംഉ മുഅന്നസ് സാലിമാകുമ്പോൾ മുഹ്സിനാത്തുൻ. ഇനി മൂന്നാമത്തെ കള്ളി ഒന്ന് നോക്കിയേ, മുശ്രിക്കുൻ. അത് ജംഉ മുദക്കർ സാലിമായപ്പോൾ മുശ്രിക്കൂന. അതിന് അൽ മുഫ്രദുൽ മുഅന്നസ ആകുമ്പോൾ മുശ്രിക്കത്തുൻ. ഹാത്ത കൊടുക്കണം അവിടെ. ഇനി എന്താ? ജംഉ മുഅന്നസ് സാലിം, അത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും? മുശ്രിക്കാത്തുൻ. മനസ്സിലായോ? ആൺകുട്ടികളാകുമ്പോൾ മുഫ്രദ് മുദക്കറിനൊന്നും നമ്മൾ ഹാത്ത കൊടുക്കണ്ട. ഇനിയിപ്പോൾ അത് ഗേൾ ആകുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒക്കെ അവസാനം ഹാത്ത കൊടുക്കണം. അതുപോലെ തന്നെ ജംഉ മുദക്കർ സാലിമ ആകുമ്പോൾ അവസാനത്തിലൊക്കെ ഈ വാവും നൂനും കൊടുക്കണം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാജിദൂന, മുഹ്സിനൂന, മുശ്രിക്കൂന, അങ്ങനെ ആയിരിക്കും വരിക. ഇനിയിപ്പോൾ അത് ജംഉ മുഅന്നസ് സാലിം പെണ്ണാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അവസാനം താ വരും. എങ്ങനെ? സാജിദാത്തുൻ, മുഹ്സിനാത്തുൻ, മുശ്രിക്കാത്തുൻ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ, നുതമ്മിമു, വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാം. ഒന്നാമത്തെ എന്താണ്? അൽ മഅ്തൂഫു യത്ബഉൽ മഅ്തൂഫു അലൈഹി ഡാഷ്, എന്താണ് ഉത്തരം? ഫിൽ ഇറാബി. രണ്ടാമത്തെ ചോദ്യം അൽ മഫ്ഊലു ലഹു മസ്ദറുൻ യുബയ്യിനു സബബ വുഖൂഇ അൽ ഫിഅലി ലദി ഖബ്ലഹു വഹുവ
ഡാഷ്. ഉത്തരം മൻസൂബുൻ. മൻസൂബ് പറഞ്ഞാൽ എന്താണ്? ഫത്തഹാണ് കേട്ടോ. ചോദ്യം 3. അൽ മഫ്ഊലു ഫീഹി ഇസ്മു യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫീലി ഔ മക്കാനി വയുസമ്മ ഡാഷ്. ഉത്തരം ലറഫൻ. നിങ്ങളോട് ഇനിയിപ്പോൾ ഇങ്ങനെ മാത്രമല്ല ചോദിക്കുക, ഇതെന്താണെന്നും കൂടി ചോദിക്കും. ഇപ്പോൾ മഫ്ഊലു ലഹു എന്താണെന്ന് ചോദിക്കും, അതുപോലെ തന്നെ മഫ്ഊലു ഫീഹി എന്താണെന്ന് നമുക്ക് ചോദിക്കും, ലർഫ് സമാൻ എന്താണെന്ന് ചോദിക്കും, ലർഫ് മക്കാൻ എന്താണ് ചോദിക്കും. അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ അറിയണം. അതിനായിട്ട് പാഠഭാഗത്ത് നോക്കി അതൊക്കെ പഠിക്കണം. അടുത്ത പ്രവർത്തനം നുമയ്യിസു. കൃത്യമായി എഴുതാം. ബ്രാക്കറ്റിലൂടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? ലൊറബൽ വാലിദു വലദഹു തഅദീബൻ. യക്കുലു കിർദു അൽ മൗസ അക്ലത്തൻ. പിന്നെന്താ തന്നിട്ടുള്ളത്? ഇഖ്തഫൽ മുജ്സിമു ഖൽഫൽ ജിദാരി. പിന്നെ ലാ തഖൂദു ഖുഊദൽ കൽബി. ഇങ്ങനെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൃത്യമായിട്ട് അതാത് സ്ഥാനത്ത് എഴുതി കൊടുക്കണം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? അൽ മഫ്ഊലു ലഹു, മഫ്ഊലു ഫീഹി, അൽ മഫ്ഊലുൽ മുത്ലഖ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ അത് അതാത് സ്ഥാനത്ത് എഴുതി കൊടുക്കുക. ആദ്യത്തെ എന്താണ്? അൽ മഫ്ഊലു ലഹു. അതിൻ്റെ ഉദാഹരണം എന്താണ്? ആദ്യം തന്നെയാണ് ലറബൽ വാലിദു വലദഹു തഅദീബൻ. രണ്ടാമത്തത് അൽ മഫ്ഊലു ഫീഹി. അതിൻ്റെ ഉദാഹരണം ഇഖ്തഫൽ മുജ്രിമു ഖൽഫൽ ജിദാരി. മൂന്നാമത്തത് അൽ മഫ്ഊലുൽ മുത്ലഖ്. അതിന് ഉദാഹരണം എന്താണ്? യക്കുലുൽ കിർദു അൽ മൗസ അക്ലത്തൻ. ഒന്നും കൂടി ഉണ്ട്. ഏതാണ്? ലാ തഖൂദു ഖുഊദൽ ഖൽബി. അടുത്ത പ്രവർത്തനം നുജീബു. വ്യക്തമാക്കാം. 1. കം ഹുറൂഫൽ ലി അത്ഫി വമാഹിയ. എത്ര ഹുറൂഫുൽ അത്ഫ് ഉണ്ട്? 10 ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഔ, ബൽ, ഹത്ത, ഫാഉൻ, വാവുൻ, ലക്കിൻ, സുമ്മ, അം, ഇമ്മ, ല എന്നീ 10 അക്ഷരങ്ങളാണ്. അപ്പോൾ കുട്ടികൾ അവിടെ എഴുതണം. രണ്ടാമത്തെ ചോദ്യം അൽ ലർഫു നൗആനി മാ ഹുമ. അപ്പോൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് അൽ ലർഫു സമാനി പ്ലസ് അൽ ലർഫു മക്കാനി. അങ്ങനെ എഴുതിയാൽ അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. ആറാമത്തെ പ്രവർത്തനം നലബിതു ബി അഷ്കാലി എന്ന് വെച്ചാൽ ഹർക്കത്തിടാനാണ് ഇവിടെ പറയുന്നത്. ഹർക്കത്തിടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഒന്നാമത്തെ എന്താ തന്നിട്ടുള്ളത്? ജലസ ഉസ്താദു സുമ്മത്തുല്ലാബു. അപ്പോൾ ഹർക്കത്തിടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണമെന്നില്ല, കാരണം അതൊക്കെ നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ള കുറേ സെൻറ്റൻസാണ്. ആ സെൻറ്റൻസിനായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ നമുക്കിത് ഹർക്കത്തിടാൻ സിമ്പിളായിട്ട് കഴിയുന്നതാണ്. രണ്ടാമത്തേത് എന്താണ്? ഇതൊക്കെ നമ്മുടെ ബുക്കിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഇടാം. ഉത്തരം ഇഷ്തറൈത്തു കിതാബൻ വഖലമൻ. ഇങ്ങനെയാണ് ഇടേണ്ടത്. ഒരു ഹർക്കത്ത് തെറ്റിയാൽ ആ ഉത്തരം മുഴുവനായിട്ടും തെറ്റുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. മൂന്നാമത്തെ എന്താ തന്നിട്ടുള്ളത്? കദിമൽ ഹുജാജു ഹത്തൽ മുഷാത്തു. ഈ സെൻറ്റൻസുകളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാഠങ്ങൾക്കൊക്കെ അടിയിലെ തദ്രീബാത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അത് പഠിച്ചിട്ട് പോവുക. അതെന്തായാലും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്, കാരണം പൂരിപ്പിക്കാനും മറ്റും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കണം. അതിനിടയിൽ ഹർക്കത്തൊക്കെ ശരിയാണെന്നും കൂടി നിങ്ങൾ നോക്കേണ്ടതാണ്. അടുത്ത പ്രവർത്തനം നുറത്തിബു. കൃത്യമായി എഴുതാം. ഓർഡറാക്കി എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അല കിസറ മാ സലാമത്തി ബിനായിൻ മിനിസ്നൈനി മുഫ്രദിഹി മദല്ല ജമോൽ മുദക്കറി സാലിം. അതെങ്ങനെ ഓർഡറാക്കി എഴുതുമ്പോൾ എഴുതേണ്ടത്? ഉത്തരം ജമോ മുദക്കർ സാലിം. എന്നിട്ട് 2 കുത്ത് ഇങ്ങനെ ഇടാം. എന്നിട്ട് എന്താണ് എഴുതേണ്ടത്? മദല്ല അല അക്സറ മിനിസ്നൈനി മാ സലാമത്തി ബിനായി മുഫ്രദിഹി. അങ്ങനെ എഴുതുക. അപ്പോൾ ഇത് മാത്രമല്ല പഠിക്കേണ്ടത്,
ഇതുപോലെ തന്നെ ജമ്മു മൈനസ് സാലിം അങ്ങനത്തെ ഒരുപാടുണ്ട്, അതൊക്കെ പഠിക്കേണ്ടി വരും. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽ ബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.